ഇസ്ലാമായ എല്ലാവർക്കും സംവരണം നൽകുന്ന രീതിയിൽ കടുത്ത ഭരണഘടനാ ലംഘനമാണ് കേരളത്തിൽ മാത്രമായി നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ആരോപണമുയരുന്നു. വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിൽ ഉൾപ്പെടെ ഒട്ടേറെ നേട്ടങ്ങൾ നൽകിയ ക്രിസ്ത്യൻ സമൂഹം സാമ്പത്തികവും സാമൂഹികപരവുമായി ഏറ്റവും പിന്നോക്ക വിഭാഗമായി മാറിക്കഴിഞ്ഞിട്ടും സംവരണ ആനുകൂല്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുകയാണെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. സംവരണം സംബന്ധിച്ച സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് സംവരണ തത്വങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള കേരളത്തിലെ പ്രവർത്തനങ്ങൾ ചർച്ചയായിരിക്കുന്നത്. കേരളത്തിൽ വിവിധ സമുദായ സംഘടനകളുടെ സമ്മർദ്ദഫലമായി ഭരണഘടനാ ലംഘനമാണ് നടന്നുവരുന്നതെന്ന് ചൂണ്ടിക്കാട്ടി അമൽ സിറിയക് ജോസ് വേളാശ്ശേരി ദീപിക പത്രത്തിൽ എഴുതിയ ലേഖനം ഇതോടെ ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ്. പിന്നോക്കാവസ്ഥയിലുള്ളവർക്കായി നൽകിയ സംവരണ ചട്ടങ്ങളിൽ സംഘടിതമായ മാറ്റങ്ങളാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് ലേഖനം ആരോപിക്കുന്നു. 1993 കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ച കേരളത്തിന്റെ OBC പട്ടികയിൽ മാപ്പിള എന്ന വിഭാഗം 33ാമതായി കിടക്കുന്നുണ്ടെന്ന് ലേഖനം വിശദീകരിക്കുന്നു. സെമിറ്റിക് മതവിഭാഗങ്ങളിൽപ്പെട്ടവരെയാണ് മാപ്പിളമാർ എന്ന് വിളിച്ചിരുന്നത്. 1996 കേരളത്തിൽ OBC ലിസ്റ്റിൽ മാപ്പിളയിൽ ഒരു ഭേദഗതി വഴി മുസ്ലിങ്ങളിലെ 5 വിഭാഗങ്ങളെ മാപ്പിള വിഭാഗ സമ്മാനത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്തായി ചില സംഘടിത മാറ്റങ്ങൾ സംഭവിക്കുന്നുവെന്ന് ലേഖനം വ്യക്തമാക്കുന്നു. നിലവിലെ കേരള PSC സൈറ്റിൽ ലഭ്യമായ OBC പട്ടികയിൽ 43ാമതായി മാപ്പിള അല്ലെങ്കിൽ മുസ്ലിം എന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. അടുത്ത നാളുകളിൽ കേരളത്തിലെ ചില ഓൺലൈൻ അപേക്ഷകളിലും യൂണിവേഴ്സിറ്റികളുടെ പുതുക്കിയ പ്രോസ്പെക്ടസുകളിലും OBC പട്ടികയിൽ മാപ്പിള എന്നതിന് പകരമായി മുസ്ലിം എന്ന നിലയിലേക്ക് മാറ്റപ്പെട്ടതായി ലേഖനം വിശദീകരിക്കുന്നു. ഇതോടെ ഇസ്ലാമായ എല്ലാവർക്കും സംവരണം എന്ന രീതിയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവിനെ മുറിപ്പെടുത്തുന്ന വിധത്തിൽ കടുത്ത ഭരണഘടനാ ലംഘനമാണ് കേരളത്തിൽ മാത്രമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നടക്കുമ്പോഴാണ് EWS സംവരണം എതിർക്കണമെന്ന് മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി പറയുന്നതെന്നും ലേഖനം ആരോപിക്കുന്നു. അതേസമയം കേരളത്തിലെ വിദ്യാഭ്യാസ സാമൂഹിക നിലവാര മൂല്യങ്ങൾ ഉയരുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ക്രിസ്ത്യൻ സമൂഹം എല്ലാ തരത്തിലും പിന്നോട്ടു പോയിട്ടും സംവരണങ്ങളിൽ നിന്ന് അകറ്റപ്പെടുകയായിരുന്നുവെന്നും ലേഖനം വിശദീകരിക്കുന്നു. ക്രിസ്ത്യൻ സമൂഹം 25% ജനന നിരക്കിൽ നിന്നും 13% ജനന നിരക്കിലേക്ക് താഴ്ന്നിരിക്കുകയാണ്. കേരളത്തിലെ സാമ്പത്തികവും സാമൂഹികവുമായി ഏറ്റവും പിന്നോക്ക വിഭാഗമായി ക്രിസ്ത്യാനികൾ മാറിക്കഴിഞ്ഞു. നാടിൻ്റെ വളർച്ചയ്ക്ക് ഇത്രയേറെ കഷ്ടപ്പെട്ട ഈ സമുദായത്തെ അറിഞ്ഞുകൊണ്ട് തളർത്താനും തകർക്കാനും രാഷ്ട്രീയ സാമുദായിക കല മാധ്യമ അജണ്ടകൾ അതിവിദഗ്ധമായി അരങ്ങേറിയിട്ടും ഭയന്ന് വിളിച്ചു പറയാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ സമൂഹം എത്തിച്ചേർന്നിരിക്കുകയാണെന്നും ലേഖനം വ്യക്തമാക്കുന്നു. ഷഹീന ന്യൂസ് ബ്യൂറോ, കോട്ടയം.